ഹലോ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഈ കണ്ണും മുഖം വായൊക്കെയുള്ള എൻ്റെ ഈ ഫോൺ കവറിനെ ഒന്ന് റീഡിസൈൻ ചെയ്ത് കുറച്ചും കൂടി വേറെ ലുക്കാക്കാൻ പോവുകയാണ്. സോ അതിനാദ്യം വൈറ്റ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു കോട്ട് ഫുൾ അടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഗ്ലൂ കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. കാരണം സർഫസ് കുറച്ച് ഗ്ലേസിങ് ആയതുകൊണ്ട് കുറച്ചും കൂടി ഫേം ആയിട്ട് ഇരിക്കാൻ പറ്റും. ട്രാൻസ്പെറൻറ്റ് കവർ അല്ലല്ലോ, അതുകൊണ്ട്. സോ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ഫ്ലൂയിഡ് അക്രിലിക്സിൻ്റെ ഒരു പാക്കറ്റാണ്. അതിൽ കുറച്ച് കളേഴ്സും പിന്നെ ഒരു ക്യാൻവാസും ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടലി 5 കളേഴ്സ് ഉണ്ടാവും. ഈ പാക്ക് വാങ്ങിച്ചിട്ടുള്ളതൊക്കെ അറിയാം. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ഗ്രീൻ, ബ്ലാക്ക്, വൈറ്റ്, ഇങ്ങനെ 5 കളേഴ്സാണ്. അപ്പോൾ ഞാൻ വൈറ്റ് ആദ്യം ഇട്ടു, പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രീൻ, ഒരു ബ്ലൂ, ഡാർക്ക് ബ്ലൂ, പിന്നെ ഒരു ഡ്രോപ്പിൻ്റെ ഒരു ബ്ലാക്ക് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലരൊക്കെ ഞാൻ യൂട്യൂബിൽ കുറേ കണ്ടിട്ടുണ്ട്, ഗ്ലാസ്സിൽ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആ ഒരു ഒരു പ്രപ്പോർഷനിലാണ് ഇത് ഒഴിക്കുക. പക്ഷെ അത് ഇതിൽ അത്ര നല്ലതായിരിക്കും എനിക്ക് തോന്നിയില്ല. ഫോൺ കേസാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്തു വെച്ചാണ്. ഞാൻ ആ 2 കോർണറിൽ നിന്ന് വരുന്ന രീതിക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഐഡിയ, എൻ്റെ മനസ്സിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ആയി നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന നൈഫ് ഓയിൽ പെയിൻറ്റൊക്കെ ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ആ നൈഫ് യൂസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മെർജ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ എക്സ്ട്രാ വൈറ്റ് കൂടെ ആഡ് ചെയ്ത് ഒന്നുകൂടെ മെർജ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊന്ന് ടിൽറ്റ് ചെയ്ത് ഫ്ലോ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് താഴോട്ടും മുകളിലോട്ടും സൈഡിലേക്കൊക്കെ ആയിട്ടൊന്ന് ചരിച്ചും മറിച്ചും ഒന്ന് തട്ടിക്കൊടുത്തും ഒന്ന് ഒക്കെ ചെയ്താലേ ഈ സാധനം ഫ്ലോ ചെയ്യുള്ളൂ. അപ്പോൾ അത് ഫ്ലോ ചെയ്ത് തന്നെ ചെയ്യണം. ഇതിൻ്റെ ലിക്വിഡ് അക്രിലിക്കിൻ്റെ പ്രത്യേകത അതാണ്. നമ്മൾ ഊതി കൊടുത്താൽ കുറേയൊക്കെ വരും, പക്ഷേ ആ ഒരു ഫ്ലോ കിട്ടാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊതി കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഊതിയിട്ട് ഞാൻ ഫ്ലോ ചെയ്യിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആദ്യം തന്നെ ഫ്ലോ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഭംഗി വരിക. അപ്പോൾ ആ ഒരു ഗ്രേഡിയൻ സ്റ്റൈൽ നല്ല ഒരു മിക്സിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോ ചെയ്ത് തന്നെ ചെയ്യണം. പക്ഷേ അറ്റ് ദ എൻഡിൽ കുറച്ചും കൂടി നമുക്ക് വേണ്ട പാറ്റേണിലോ മറ്റോ നമുക്ക് വേണമെങ്കിൽ ഊതിയിട്ട് ആ ഒരു എക്സ്പാൻഡ് രീതിയിൽ കുറച്ച് ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. കാരണം ആ ഒരു ഗ്രേഡിയൻസിൽ വരുമ്പം നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു കോർണർ ഫുൾ ഞാൻ ഡിസൈൻ ആ ഒരു ഇതിലാക്കിയെടുത്തു. ഇനിയിപ്പോൾ മറ്റേ കോർണറിൽ 2 കോർണറിൽ നിന്നായിരുന്നു എൻ്റെ ഐഡിയ. ഒരു കോർണർ കംപ്ലീറ്റ് ആയിട്ട് മറ്റേ കോർണറിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറേ വൈറ്റും കുറച്ച് ബ്ലൂവും ബ്ലാക്കും ഗ്രീനൊക്കെ കൂടി ഇട്ടിട്ട് ഇപ്പോൾ ചെയ്ത അതേ പാറ്റേണിൽ തന്നെ ആദ്യം ഒന്ന് ടിൽറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പ്ലേറ്റ് മറ്റേ നൈഫ് യൂസ് ചെയ്ത് ഒന്ന് മെർജ് ചെയ്ത് പിന്നെ ഒന്ന് ടിൽറ്റ് ചെയ്ത് ഒന്നാക്കി ഒന്ന് ഫ്ലോ ചെയ്തെടുത്ത് കുറച്ചൊന്ന് ഊതി കൊടുത്ത് ഇപ്പുറത്തെ കോർണറിലേക്ക് അതിൻ്റെ ഡയറക്ഷൻ വരുന്ന രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്ത് ഉണയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല വൃത്തിക്ക് ആ ഒരു ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഉണങ്ങാൻ നല്ല ടൈം എടുക്കും. ഒരു 1 ഡേ ഒക്കെ എന്തായാലും ഓൾമോസ്റ്റ് എടുക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഗോൾഡൻ കളർ തിൻ ബ്രഷ് യൂസ് ചെയ്ത് ചുമ്മാ ഒന്ന് ലൈനപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടി എടുത്ത് ഒന്ന് ഒരു ഷൈനിങ് അല്ല, ഗ്ലിറ്ററി കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റാൻഡമായിട്ട് എവിടെയെങ്കിലും ഒരു റാൻഡമായിട്ട് ചില ലെയേഴ്സ് ചില പെറ്റൽസ് പോലെ നിൽക്കുന്ന ഏരിയസിലൊക്കെ ചുമ്മാ ഒന്ന് ലൈനപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ബ്ലാങ്കായിട്ട് നിൽക്കുമ്പം എനിക്കെന്തോ ഒരു കുറവ് ഫീൽ ചെയ്തിട്ട് ഞാൻ അവിടെ എന്തെങ്കിലും എൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ഫോൺ കവറുന്ന പോലെ എന്തെങ്കിലും കോട്ട് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു തിൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളറിലെടുത്ത് എനിക്കപ്പോൾ തോന്നിയൊരു സെൻറ്റൻസ് അവിടെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി ചേർക്കുകയാണ്. സൂക്ഷിച്ച് എഴുതാൻ ശ്രദ്ധിക്കുക. ആ ഒരു തിക്നെസ്സും ഒക്കെ കൺസിസ്റ്റൻ്റോടെ വൃത്തിക്ക് അത് ഇതായി പോവാണ്ട് സൂക്ഷിച്ചെഴുതുക. ഓക്കെ, ഇതെല്ലാം ഡ്രൈ ആയതിനു ശേഷം ഞാൻ 2:1 റേഷ്യോയിൽ റെസിൻ മിക്സ് ചെയ്ത് ഒഴിക്കുകയാണ്. ഇതെല്ലാം പൊക്കത്തൊന്ന് നല്ലോണം സ്പ്രെഡായിട്ടൊന്ന് ഡ്രൈ ചെയ്യാൻ വെച്ചാൽ മതി. എൻ്റെ റെസിൻ്റെ ഭയങ്കര ലിക്വിഡായിട്ട് ഭയങ്കര കൺസിസ്റ്റൻസി കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. എന്താ കാര്യം എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. ഇനി എന്ത് മിക്സിങ്ങിൻ്റെ ആണെങ്കിലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരിക. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്നെയൊന്ന് അറിയിച്ചേക്കുക. മെയിൽ ID, ഇൻസ്റ്റ ഹാൻഡിലൊക്കെ ചാനലുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ടാറ്റാ.